നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ വെള്ളിയാഴ്ച എപ്പിസോഡിന്റെ വിശദമായ റിവ്യൂ ഇതാ. ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുടെ തുടർച്ചയാണ് വെള്ളിയാഴ്ച എപ്പിസോഡിലും കണ്ടത്. പ്രധാനമായും അനുമോൾ, നെവിൻ, ജിസേൽ എന്നിവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് എപ്പിസോഡിനെ ചൂടുപിടിപ്പിച്ചത്. നെവിൻ്റെ ഇറങ്ങിപ്പോക്ക്. കഴിഞ്ഞ ദിവസം അനുമോൾ ജിസേലിനോട് മോശമായി പെരുമാറിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ച നെവിൻ, അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ യോഗ്യയല്ലെന്ന് തുറന്നടിച്ചു. അനുമോൾ തുടർന്നാൽ താൻ ഷോ ക്വിറ്റ് ചെയ്യുമെന്ന് നെവിൻ ആവർത്തിച്ച് പറഞ്ഞു. ഒടുവിൽ ബിഗ് ബോസ് തന്നെ ഇടപെടുകയും നെവിന് വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇതോടെ നെവിൻ ഷോയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇത് പ്രേക്ഷകരെയും സഹമത്സരാർത്ഥികളെയും ഞെട്ടിച്ചു. അനുമോൾക്കെതിരായ വിമർശനം. നെവിൻ്റെ ഈ തീരുമാനം അനുമോൾക്കെതിരെ കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമായി. ജിസേൽ കരയുന്നതും അനുമോൾക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നതും എപ്പിസോഡിന്റെ പ്രധാന ഭാഗങ്ങളായിരുന്നു. നെവിൻ്റെ തിരിച്ചുവരവ്. എന്നാൽ പിന്നീട് നാടകീയമായ രംഗങ്ങളിലൂടെ നെവിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ എത്തി. തന്റെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഖേദം പ്രകടിപ്പിച്ച് പ്രേക്ഷകരോടും ബിഗ് ബോസിനോടും ക്ഷമ ചോദിച്ചാണ് നെവിൻ തിരിച്ചെത്തിയത്. ഈ തിരിച്ചുവരവ് വീട്ടിലെ അന്തരീക്ഷം വീണ്ടും മാറ്റിമറിച്ചു. നോമിനേഷനും പുതിയ ടീം. പുതിയ ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയും വെള്ളിയാഴ്ച നടന്നു. അഖിൽ, ജാസ്മിൻ, അനിയൻ മിഥുൻ എന്നിവരുൾപ്പെടെയുള്ള ചിലർ ഈ ആഴ്ച നോമിനേഷൻ പട്ടികയിലുണ്ടായിരുന്നു. ടീമായി മത്സരിച്ചുകൊണ്ടിരുന്ന ആദിലയെയും നൂറയെയും ഇനി മുതൽ വ്യക്തിഗത മത്സരാർത്ഥികളായി കണക്കാക്കുമെന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചത് ഒരു വലിയ വഴിത്തിരിവായി. ആര്യൻ കദൂറിയയുടെ പ്രശ്നങ്ങൾ. ആര്യൻ കദൂറിയയുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചും എപ്പിസോഡിൽ പരാമർശങ്ങളുണ്ടായി. പണിപ്പുര ചലഞ്ചിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതും സഹമത്സരാർത്ഥികളോട് തർക്കിച്ചതും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായി. മോഹൻലാൽ തന്നെ അദ്ദേഹത്തെ നേരിട്ട് നോമിനേറ്റ് ചെയ്തതും വെള്ളിയാഴ്ച എപ്പിസോഡിന് മുമ്പ് നടന്ന കാര്യമാണ്. ചുരുക്കത്തിൽ നാടകീയമായ സംഭവങ്ങളും വൈകാരിക നിമിഷങ്ങളും നിറഞ്ഞതായിരുന്നു ഈ ആഴ്ചയിലെ വെള്ളിയാഴ്ച എപ്പിസോഡ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി.